എക്സ്പെക്റ്റേഷൻസ് വളരെ കുറച്ച് വെച്ചിട്ട് ഞാൻ ഈ സൂപ്പർ ഹീറോ മൂവീസ് ഇപ്പോൾ കാണുന്ന വ്യക്തിയാണ്. കാരണം കൂളാണെന്ന് കാണിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത കോമഡി കയറി ഫോഴ്സ് ചെയ്ത് ഇടും. തണ്ടർ ബോൾട്ട് എക്സ്പെക്റ്റേഷൻസ് വളരെ കുറച്ച് വെച്ചിട്ട് ഞാൻ ഈ സൂപ്പർ ഹീറോ മൂവീസ് ഇപ്പോൾ കാണുന്ന വ്യക്തിയാണ്. കാരണം ഒരു മൂവീസും മാർവലിൻ്റെ ആയിരുന്ന ഒരു മൂവീസ് അവർ ഒരു നല്ലൊരു ജസ്റ്റ് അവർ ഈ അവരുടെ ഈ ഡിസ്നി പ്ലാറ്റ്ഫോമിൽ സീരീസ് ആയിട്ട് കാണിക്കാൻ വേണ്ടി ഒരു കണ്ടൻറ് ഇടുമ്പോൾ ഇത് ചിലപ്പോൾ ഓടുമെന്ന് വെച്ചിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ഇതാണ്. പക്ഷേ തണ്ടർ ബോൾട്ട് ദെവ് ഡൺ ആക്ച്വലി നല്ലൊരു രീതിയിൽ അവർ കോൺസെപ്ച്വലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ലിറ്ററലി നോബഡി ആയിട്ടുള്ള സൂപ്പർ ഹീറോസ് ചേർന്നിട്ട് ദേ ട്രൈങ് ടു മേക്ക് എ ന്യൂ ടീം ഫോർ ദംസെൽവ്സ്, മനസ്സിലായില്ലേ? അപ്പം ഈ പ്രാവശ്യം ഐ ഹാവ് ടു സേ ഐ വാസ് പ്രിറ്റി ഇംപ്രസ്ഡ് വിത്ത് ദ കോണ്ടന്റ് ദറ്റ് യു ഗിവൺ. ആക്ഷൻ ആയിരുന്നാലും സ്പെഷ്യൽ എഫക്ട്സ് ആയിരുന്നാലും ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ ടീം വരെയാണ്. ആ പുതിയ ടീം വന്നിട്ട് എന്തിലേക്കാണ് പുതിയ പോകുന്നതെന്നുള്ള കാര്യം റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ ഒരു ടീം സെറ്റ് ചെയ്യുകയാണ്. പക്ഷേ സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരുപാട് ക്രൈസിസ് നടക്കുന്നുണ്ട്. ബിക്കോസ് ഇവരെ സെറ്റ് ചെയ്ത ഏജൻസി തന്നെയാണ് ഇവർ ഇനി ഒഴിവാക്കണോ വേണ്ടേ എന്നുള്ള ഇതിലിരിക്കുന്നത്. പക്ഷേ അപ്പോഴാണ് ഒരു സർപ്രൈസിങ് എലിമെൻറ്റ് വരുന്നത്. ദാറ്റ് യു ഹാവ് ടു ഗോ ആൻഡ് സീ ദ മൂവി ഫോർ ഷുവർ. അപ്പോൾ അതിൽ അവസാനം എൻഡിൽ വരുമ്പോൾ ഒരു നല്ലൊരു സർപ്രൈസ് എലിമെൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഞാൻ വിചാരിച്ചില്ല അങ്ങനെ കയറി എൻഡ് ചെയ്യും. പക്ഷേ അതിനൊപ്പം തന്നെ ആക്ഷൻ ആയിരുന്നാലും വളരെ റിയലിസ്റ്റിക് ആക്ഷൻ ഈ പ്രാവശ്യം അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈവൻ സ്പെഷ്യൽ എഫക്ട്സ് ആയിരുന്നാലും നോർമലി മറ്റേ ഒരു ഓവർ ഡോസ് ഓഫ് ആവശ്യമില്ലാത്ത സൈഫൈ ഒന്നും ഉപയോഗിക്കാതെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈവൻ ഡയലോഗ്സ് പോലും ആവശ്യമില്ലാതെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇച്ചിരി ഭയങ്കര കൂളാണെന്ന് കാണിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത കോമഡി കയറി ഫോഴ്സ് ചെയ്ത് ഇടും. അത് ഈ സിനിമയിൽ ചെയ്തിട്ടില്ല, വിച്ച് ഇസ് ക്വൈറ്റ് ഗുഡ്. എൻഡിങ് ഇച്ചിരി കൂടെ ഒന്ന് ഒരു ഇമ്പാക്ട്ഫുൾ ആക്കുമായിരുന്നു. ബട്ട് ഐ എം ഡെഫിനറ്റ്ലി വെയിറ്റിംഗ് ഫോർ ദി നെക്സ്റ്റ് പാർട്ട് ഓഫ് തണ്ടർ ബോൾട്സ് ടു കം. തണ്ടർ ബോൾട്സിൻ്റെ അടുത്ത ഭാഗം ഈ പേരായിരിക്കില്ല ഫോർ ഷുവർ. സോ ദിസ് ഇസ് എ വെരി ഗുഡ് വാച്ച് ആഫ്റ്റർ എ ലോങ് ടൈം. ഫൈനലി ഇറ്റ്സ് കം ഔട്ട് വിത്ത് എ ഗുഡ് കോൺസെപ്ച്വലൈസ് ചെയ്ത് നല്ല രീതിയിൽ സാധനം ഇറക്കിയിട്ടുണ്ട്. സോ ഇതേ രീതിയിൽ പോട്ടെ. ഇത്ര നാൾ ജസ്റ്റ് പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മനസ്സിൽ ഇവർ ഈ മാർവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിറക്കുന്നു, തിയേറ്ററിൽ ഓടിക്കാൻ പറ്റുന്ന സൂപ്പർ ഹീറോ മൂവീസ് തിയേറ്ററിൽ ഇറക്കിയിട്ട് ബാക്കിയെല്ലാം OTT കൊടുക്കുമ്പോൾ അവരുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ആൾക്കാർക്ക് കൺസ്യൂം ചെയ്യാന്നുള്ളത്. സോ അതിൽ നിന്നൊരു വെൽക്കം ചേഞ്ച് ഫോർ ഷുവർ. റിയലി എൻ്റർടൈനിങ് തണ്ടർ ബോൾട്സ്.